അമ്മയുടെ അച്ഛനെയും അമ്മയെയും എങ്ങനെയാ ഹിന്ദിയിൽ വിളിക്കുന്നത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ സഹായിക്കും. ഉദാഹരണ സഹിതം മനസ്സിലാക്കാം. ഹിന്ദി പഠിക്കാൻ വന്നവരെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ അമ്മയെയും അച്ഛനെയുമൊക്കെ എങ്ങനെയാണ് ഹിന്ദിയിൽ വിളിക്കുന്നത് ഉദാഹരണ സഹിതം കണ്ടുകഴിഞ്ഞു. ഇനിയും അമ്മയുടെ അച്ഛനെയും അമ്മയെയും എങ്ങനെയാണ് സംബോധന ചെയ്ത് സംസാരിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നാം കാണുവാനായിട്ട് പോകുന്നത്. മുത്തച്ഛനെയും മുത്തശ്ശിയെയും കുറിച്ച് ചിലർ അപ്പൂപ്പനും അമ്മൂമ്മയും എന്നൊക്കെയാണ് പറയുന്നത്. ആദ്യമായി മുത്തച്ഛൻ 2 പ്രാവശ്യം നാ പറഞ്ഞാൽ മതി. നാ. മുത്തശ്ശി പറയാൻ ഒരു നായും നീയുമാണ്. നീ. അപ്പോൾ മുത്തച്ഛൻ നാന, മുത്തശ്ശി നാനി. അത് എൻ്റെ മുത്തച്ഛനാ. വഹ് മേരാ നാനാ ഹേ. അത് അവൻ്റെ മുത്തശ്ശിയല്ല. വഹ് ഉസ്കാ നാനി നഹി ഹേ. അത് അവൻ്റെ മുത്തശ്ശിയാണോ? ക്യാ വഹ് ഉസ്കാ നാനി ഹേ? നീ മുത്തച്ഛനൊരു പുസ്തകം കൊടുക്കുമോ? പുസ്തകത്തിൻ്റെ കിതാബ് കൊടുക്കുമോ ചോദ്യമായതുകൊണ്ട് ക്യായിൽ ആരംഭിക്കുന്നു. ക്യാ തു നാനാക്കോ ഏക് കിതാബ് ദേങ്കെ? അപ്പോൾ നാന മുത്തച്ഛൻ, നാനാക്കോ മുത്തച്ഛന്, നാനി മുത്തശ്ശി, നാനിക്കോ മുത്തശ്ശിക്ക്. ഇനിയും കോ മാറിയിട്ട് കാ വന്നാൽ നാനിക്ക അല്ലെങ്കിൽ നാനാക്ക വന്നാൽ എന്താണ് അർത്ഥം? അവരുടെ. രുടെ അല്ലെ ഇൻ്റെ അതിന് തുല്യമായി ഹിന്ദിയിൽ കാ പറയാം. നാനിക്ക, നാനിയുടെ, നാനാക്ക, നാനായുടെ. ഇത് മുത്തശ്ശിയുടെ കസേര ആണ്. കസേര, കുർസി. യഹ് നാനി കാ കുർസി ഹെ. അത് മുത്തച്ഛൻ്റെ കൂട അല്ല. കൂടയ്ക്ക് ഛാത്ത. വഹ് നാനാ കാ ഛാത്ത നഹി ഹെ. ക്യാ വഹ് നാനാ കാ ഛാത്ത ഹെ എന്ന് ചോദിച്ചാൽ അത് നാനായുടെ കൊടയാണോ എന്ന്. അത് മുത്തശ്ശിയുടെ മുറിയല്ല. വഹ് നാനി കാ കമര നഹി ഹേ. കമര മുറിക്ക്. ഇനിയും സേ പറഞ്ഞാലോ? നാനി സേ, നാനാ സേ. നിന്ന് എന്തെങ്കിലും കേൾക്കുന്നതിന് പറയാം. അവൻ ഒരു കഥ കേട്ടു. അവൻ നാനായിൽ നിന്ന് ഒരു കഥ കേട്ടു. വഹ് നാനാ സേ ഏ കഹാനി സുനാ. കേട്ടില്ലെങ്കിൽ നഹി ചേർത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഹിന്ദിയിലെ നാനാ, നാനാക്കോ, നാനാക്ക, നാനേസെ അല്ലെങ്കിൽ നാനി, നാനിക്ക, നാനിക്കോ, നാനീസെ ചേർത്ത് ഹിന്ദി പറഞ്ഞു തുടങ്ങാം.